ഹായ്. ഫെയിലിയർ ഈസ് നോട്ട് ദ എൻഡ്, ഇറ്റ് ഈസ് ജസ്റ്റ് ദ പ്രീ ഹീറ്റ് ബിഫോർ സക്സസ്. നമ്മുടെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യുന്നത് പോലെയാണ്. കേക്ക് ഫെയിലിയറായി പോയി എന്ന് വിചാരിച്ച് ഒട്ടും നിരാശപ്പെടേണ്ട. കാരണം ഇന്ന് ഫെയിലിയറായി പോകുന്ന കേക്കുകളാണ് നാളെ വളരെ നല്ല കേക്കുകളായിട്ട് രൂപാന്തരപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട. കേക്ക് ഫെയിലിയർ ആയാൽ മാത്രമേ നമുക്ക് മുന്നിലോട്ട് പോകാനുള്ളൊരു ഊർജ്ജം ഉണ്ടാവുകയുള്ളൂ. അപ്പം പക്ഷേ നമ്മുടെ മനസ്സ് ഫെയിലിയർ ആകരുത്, അവിടെ മാത്രമേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. മനസ്സ് ഫെയിലിയർ ആയാൽ നമുക്ക് പിന്നെ ഉണ്ടാക്കാനുള്ള മൂഡ് പോകും. നമുക്കത് ചെയ്താൽ ശരിയാകുകയില്ല, നമ്മുടെ മൈൻഡിനെ തന്നെ ഒരു നിരാശാബോധം ഉണ്ടാവും. അതൊട്ടും പാടില്ല. അപ്പോൾ ഫെയിലിയറായി എന്ന് വിചാരിച്ച് പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കേക്ക് ഫെയിലിയർ ആവും, പക്ഷേ മൈൻഡ് ഒരിക്കലും ഫെയിലിയർ ആകാൻ പാടില്ല. മാവിന് അല്ലെങ്കിൽ നമ്മളുടെ ബാറ്ററിന് ജീവൻ കിട്ടുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങളും പൊലിക്കും. അതായത് മാവ് പൊങ്ങി പൊങ്ങി വരുന്നതനുസരിച്ച് നമ്മുടെ സ്വപ്നങ്ങളും വലുതായി വലുതായി വരും. മാവ് പൊങ്ങി വരുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നിയിട്ടുണ്ടോ? ആ അത്ഭുതം അല്ലെങ്കിൽ ആദ്യത്തെ പ്രാവശ്യമൊക്കെ നമുക്ക് അത്ഭുതം തോന്നും. പിന്നീടാകുമ്പോൾ അത് അത്ഭുതമല്ല, നമുക്കത് യാഥാർത്ഥ്യമായിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെയാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് ശരിയാകുന്നുണ്ടല്ലോ, നന്നായി വരുന്നുണ്ടല്ലോ, ഞാൻ തന്നെയാണോ ഇത് ചെയ്തത് എന്നൊക്കെ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവും. പക്ഷേ പിന്നീടാകുമ്പോഴത്തേക്കും നമ്മുടെ ലൈഫും അതുപോലെ സ്വപ്നം കാണാൻ തുടങ്ങും. ഇന്ന് ഇത്ര കേക്ക് ചെയ്തെങ്കിൽ അടുത്ത ദിവസം ഇത്ര കേക്ക് ചെയ്യണം, ഇത്ര ഓർഡർ പിടിക്കണം, അങ്ങനെ നമ്മൾ ഇതിൽ നല്ല കേക്ക് ചെയ്യണം, അല്ലെങ്കിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നമ്മൾ അതിലേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങളും ഒരുപോലെ പൊങ്ങി അല്ലെങ്കിൽ മാവ് പൊങ്ങുന്ന പോലെ വളരെ സാവധാനം അതും പൊങ്ങി വരികയാണ്. അത് നമ്മുടെ ലൈഫിന് തന്നെ, നമ്മുടെ സ്വപ്നങ്ങൾക്ക് തന്നെ ചിറകടിച്ച് പറക്കാൻ നമ്മളെ സഹായിക്കും. താങ്ക് യു.